പ്രിയമുള്ളവരെ, എല്ലാവർക്കും ക്രിസ്തുവിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനായതുകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസഫെ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേർ ഇടണം എന്ന് പറഞ്ഞു. അവിടെ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന പേർ വിളിക്കും. പ്രിയമുള്ളവരെ, ഈ വചനം നമ്മളെ ചിന്തിപ്പിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഹൃദയത്തിൽ വന്നൊരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നൊരു ചിന്തയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അവിടെ യോസഫും മറിയയും തമ്മിലുള്ള വിവാഹം നാളുകൾക്ക് മുമ്പേ നിശ്ചയിക്കപ്പെട്ടിരുന്നു. എന്നാൽ അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാകും. വളരെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന വളരെ ഒരു പ്രതിസന്ധിയാണ് യോസഫ് നേരിടുന്നത്. അതായത് വിവാഹത്തിന് മുമ്പേ വിവാഹം നിശ്ചയിക്കപ്പെട്ട സ്ത്രീ ഗർഭിണിയായി എന്ന് കാണുമ്പോൾ ഏതൊരു പുരുഷനും ആ പുരുഷൻ്റെ വീട്ടുകാർക്കും ലോകത്തിൽ അപവാദം വരുത്തുന്ന വലിയൊരു സംഗതിയാണ് അവിടെ വന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ 20-ാം വാക്യത്തിൽ പറയുന്നു, ദാവീദിൻ്റെ മകനായ യോസഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ യോസഫിന് ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി കൊടുക്കുകയാണ്. അവളുടെ ഉദരത്തിൽ ജനിച്ചത് മകൻ അല്ലെങ്കിൽ സന്തതി പരിശുദ്ധാത്മാവിൻ്റെ സന്തതിയാണെന്ന്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ നടക്കണമെന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ നടക്കണമെന്നില്ല. പെട്ടെന്ന് നമ്മൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ഇടർച്ച വരുത്തത്തക്ക നിലകളിൽ, പ്രയാസം വരുത്തത്തക്ക നിലകളിൽ, അല്ലെങ്കിൽ മാനസികമായ അകലത്തക്ക നിലകളിൽ, അല്ലെങ്കിൽ അപവാദം വരത്തക്ക നിലകളിൽ ചില പ്രയാസങ്ങൾ നേരിടുമ്പോൾ നമ്മൾ നമ്മുടേതായ തീരുമാനങ്ങൾ ഉറച്ച് അവരുമായി അകന്നു പോകുന്ന സാധാരണ ഒരു കാഴ്ചയാണ്. എന്നാൽ എത്ര പേർ ദൈവസന്നിധിയിലിരുന്ന് ചോദിക്കുന്നുണ്ട്, കർത്താവ് ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇത് കർത്താവാണോ ഒരുക്കിയത്? കർത്താവാണോ ഈ ഒരു വിഷയം ഞങ്ങൾ തമ്മിൽ അകലാൻ, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഇങ്ങനൊരു വൈരുദ്ധ്യം വരുവാൻ, അല്ലെങ്കിൽ ഭിന്നത വരുവാൻ, അല്ലെങ്കിൽ ഒരു അപവാദം വരുവാൻ ഇതെന്താ കാരണം? പ്രിയമുള്ളവരെ, ഇതുപോലെ നിങ്ങൾ നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ചില വ്യക്തികൾ നനച്ചിരിക്കാത്ത കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നമുക്കറിയാൻ വയ്യാത്ത കാരണങ്ങൾ കൊണ്ട് നമ്മളെ അകന്നു പോകുന്ന അനുഭവങ്ങൾ കാണും. അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഉള്ള കണക്ഷൻ വിച്ഛേദിക്കുന്ന അനുഭവങ്ങൾ കാണും. പിന്നെ കണ്ടതും കേട്ടതും ഇല്ല എന്ന് യാതൊരു ബന്ധം പോലും ഇല്ല, എന്നുവെച്ചാൽ കണ്ടാൽ പോലും ചിരിക്കാത്ത നിലകളിൽ അകന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നൊരു ദൂത്, ദൈവസന്നിധിയിൽ നാം വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ വ്യക്തി നമ്മളിൽ നിന്ന് അകന്നു പോയത് ദൈവഹിതമാണോ? അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കാര്യങ്ങൾ ക്ഷമിക്കുവാൻ നമ്മുടെ ഹൃദയം റെഡിയാണോ? ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു പോയാൽ നമുക്കെതിരെ അകന്നു നിൽക്കുകയാണ്, പിണങ്ങിയതുപോലെ നിൽക്കുകയാണ്, നഷ്ടപ്പെട്ടതുപോലെ നിൽക്കുകയാണ്. എന്നാൽ അവരോട് ക്ഷമിക്കുവാൻ, അല്ലെങ്കിൽ അവരോട് കരുണ കാണിക്കുവാൻ, അല്ലെങ്കിൽ മനസ്സിലിവ് കാണിക്കുവാൻ, അവരെ പിന്നെയും ചേർത്ത് കൊള്ളുവാൻ യോസഫ് മറിയയെ ചേർത്ത് കൊണ്ടതുപോലെ ദൈവഹിതപ്രകാരം കർത്താവെ, ആ നഷ്ടപ്പെട്ട വ്യക്തിയെ ചേർത്ത് കൊള്ളുവാൻ ഞാൻ ശരണപ്പെടുന്നുവെന്ന് എത്ര പേർ പറയുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ ഒരാളെ ചേർത്ത് കൊള്ളുന്ന ഒരു ദൈവസ്നേഹം. യേശുക്രിസ്തുവിനെ 3 പ്രാവശ്യം
കോഴി കൂവുന്നതിന് മുമ്പേ ഒറ്റിക്കൊടുത്തതായ പത്രോസിനെ പിന്നെയും ചേർത്ത് കൊണ്ടു കർത്താവ്. ചേർത്ത് കൊണ്ടു. അവൻ്റെ ആ ചേർത്തതിൻ്റെ ഫലം എന്താണ്? അവൻ കൂടെ നിന്നതിനേക്കാട്ടിൽ കൂടുതൽ വളരെ ശക്തമായിട്ടൊരു ബ്ലെസ്സിങ് അവൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞു. അവൻ്റെ ആ ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ സ്നാനപ്പെട്ടു. അവൻ പിന്നെ കർത്താവിൻ്റെ ശക്തനായ ഒരു അഭിഷിക്തൻ അല്ലെങ്കിൽ അപ്പോസ്തലൻ എന്ന് അറിയപ്പെട്ടു. യെരുശലേം സഭയുടെ മേലധ്യക്ഷന്മാരിൽ മുഖ്യനായി പത്രോസ് മാറ്റപ്പെടുകയാണ്. ഇതുപോലെ നമ്മളെ ചിലപ്പോൾ അകന്നു പോകുന്നവർ ചേർത്ത് പിടിക്കുവാൻ തയ്യാറുണ്ടോ? നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ തയ്യാറുണ്ടോ? കാണാതെ പോയ ഒരാടിനെ തേടിയാണ് കർത്താവ് വന്നത്. 99നെയും വിട്ടിട്ട് ഒരു ആടിനെ തേടി വന്ന ആ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിൽ ഒന്ന് വെളിപ്പെടുത്താൻ തയ്യാറുണ്ടോ? ആ വെളിപ്പെടുത്തുവാൻ തയ്യാറുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിൻ്റെ പ്രാർത്ഥനയോടൊപ്പം നിൽക്കും. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്നില്ലല്ലോ ദൈവമേ എന്ന് വിലപിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ കടക്കാരോട്, നമ്മുടെ ശത്രുക്കളോട് നമ്മൾ ക്ഷമിക്കുന്നത് പോലെ നമ്മുടെ കടങ്ങളും പാപങ്ങളും നമ്മളോട് ക്ഷമിക്കും. അതുകൊണ്ട് നഷ്ടപ്പെട്ട് കിടക്കുന്ന ചില ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ മെസ്സേജിൽ കൂടി നമുക്ക് ആഹ്വാനം നൽകുകയാണ്. നഷ്ടപ്പെട്ട് കിടക്കുന്ന, ആർക്കും ചേർത്ത് കൊള്ളുവാൻ മനസ്സില്ലാതിരിക്കുന്ന, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന നിന്നെ തേടിയാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. ആരെങ്കിലും നഷ്ടപ്പെട്ടതുപോലെ, ഒറ്റപ്പെട്ടതുപോലെ, ആരും സഹായിക്കാനില്ലാത്തതുപോലെ, അല്ലെങ്കിൽ ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, ആരും എന്നെ കേൾക്കുന്നില്ലല്ലോ, എൻ്റെ വേദന കേൾക്കുവാൻ ആരുമില്ലല്ലോ, എൻ്റെ കണ്ണുനീര് കാണാൻ ആരുമില്ലല്ലോ എന്ന് വിലപിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നിന്നോടാണ് സംസാരിക്കുന്നത്. നിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. 100 നീതിമാന്മാരിൽ ഒരാൾ തെറ്റിപ്പോയെങ്കിൽ ആ ഒരാൾ തെറ്റിപ്പോയ ഒരാളിനെ തേടി ചെന്ന കർത്താവ്, തെറ്റിപ്പോയ ഒരാടിനെ തേടിപ്പോയ കർത്താവ് ആയതിനാൽ നഷ്ടപ്പെട്ടതിനെ നേടിയെടുക്കുന്ന ഒരു ദൈവസ്നേഹം. ഇവിടെ യോസഫ് വേണമെങ്കിൽ യോസഫിനെ ത്യജിക്കാമായിരുന്നു. ലോകത്തിൽ അപവാദം, അപമാനം, നഷ്ടം അവനറിയാതെ അവന് വേണ്ടി ഒരുക്കപ്പെട്ട കന്യകയാകുന്ന മറിയയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവ് വന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത് ചിലപ്പോൾ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ചില സംഭവങ്ങളായിരിക്കാം, ദൈവത്താൽ ഒരുക്കപ്പെട്ട ചില സംഭവങ്ങളായിരിക്കാം. നമ്മളെ ചിലപ്പോൾ പഠിപ്പിക്കാനായിരിക്കാം, നമ്മളെ ചിലപ്പോൾ ക്ഷമ പഠിപ്പിക്കാനായിരിക്കാം, കരുണ കാണിക്കാൻ പഠിപ്പിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഇനി എങ്ങനെ സ്നേഹം വെളിപ്പെടുത്താനായിരിക്കാം. പല കാരണങ്ങൾ കൊണ്ട് പല സംഭവങ്ങളുണ്ടാകാം. എന്നാൽ കർത്താവിൻ്റെ കളരിയിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ പാഠശാലയിൽ ഇരിക്കുന്ന ഓരോ ദൈവമക്കളോടും എനിക്ക് പറയാനുള്ളത്, ഓരോ ദിവസവും ഓരോ ക്ലാസ്സുകളാണ് കർത്താവ് നമുക്ക് തരുന്നത്. ഓരോ ദിവസവും വിവിധ തരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മളെ പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് അവനെപ്പോലെ ആക്കിയെടുക്കുന്ന അവൻ്റെ ആ ദൈവകൃപയെ ഓർത്ത് എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ആരും ഭാരപ്പെടരുത്, നിരാശപ്പെടരുത്. ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ അയാൾ പിണങ്ങിയിരിക്കുന്നു എന്നോർത്ത് വ്യസനിക്കേണ്ട ആവശ്യമില്ല. ആളെ കാണുമ്പോൾ പിന്നെയും ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഇടപെടാൻ കഴിയുന്നെങ്കിൽ അതാണ് ദൈവകൃപ. അല്ലാതെ പാട്ടും പാടി സഭായോഗത്തിന് വന്ന് കൈയടിച്ച് നൃത്തം ചെയ്തിട്ട് കൂട്ടുകാരനെ കാണുമ്പോൾ മുഖം മറച്ചു പോകുന്നതല്ല ദൈവകൃപ. ആരെ കണ്ടാലും ഒന്ന് സ്നേഹത്തോടെ കരുതലോടെ അവനെ ചേർത്ത് പിടിക്കുന്ന, യോസഫിനെ പോലെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവസ്നേഹം നമ്മിൽ ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ, ആശ്വാസമായി തീരട്ടെ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്, ദൈവമുണ്ട്. യോസഫ് അങ്ങനെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് ലോകം മുഴുവൻ അറിയുന്ന, ലോകത്തിൻ്റെ രക്ഷിതാവാകുന്ന യേശുക്രിസ്തു മറിയയുടെ ഉദരത്തിൽ പൂജാതനായി. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ആ യേശു നമ്മിൽ വസിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അപ്പൻ്റെ സ്വഭാവം, പിതാവിൻ്റെ സ്വഭാവം, പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങട്ടെ.
ഏത് ദുഷ്ടനെയും സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്വഭാവം. ദുഷ്ടന്മാർക്ക് നീതിമാന്മാർക്ക് ഒരുപോലെ മഴ പെയ്യിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും മാനസികമായ സമ്മർദ്ദത്തിൽ, മാനസികമായ സംഘർഷത്തിൽ, ഒറ്റപ്പെടലിൽ, വേദനയിൽ, നിരാശയിൽ നീറുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ മെസ്സഞ്ചറിൽ ഞാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിശ്ചയമായും കർത്താവ് ഒരു വിടുതൽ തരും. നിശ്ചയമായും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സഹായം ഉണ്ടായിരിക്കും. മേ ഗോഡ് ബ്ലസ് യു.